Hi students, welcome back. നമ്മളുടെ യൂണിറ്റ് 1 MZO003 പേപ്പർ കോഡ് ആയിട്ടുള്ള കമ്പാരിറ്റീവ് അനിമൽ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ചാപ്റ്ററിലെ അല്ലെങ്കിൽ പേപ്പറിലെ യൂണിറ്റ് 1ന്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാം. സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പെരിഫറൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. പെരിഫറൽ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ശരീരത്തിലെ ഹൃദയത്തിന് പുറത്തുള്ള ചെറിയ വെസൽസിൽ കൂടെ, അതിപ്പം ആർട്ടറീസോ കാപ്പിലറീസോ വഴി രക്തം ഒഴുകുന്നതിനെയാണ് നമ്മൾ പെരിഫറൽ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയാം. ഇത് ശരീരത്തിന്റെ ഓക്സിജൻ, ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള മാലിന്യങ്ങളൊക്കെ തിരിച്ച് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള സർക്കുലേറ്ററി മെക്കാനിസം ആണ്. അപ്പം ബേസിക് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൽ വേണ്ടിയിരിക്കുന്ന ഇൻവോൾവ്മെന്റ് എല്ലാം നമ്മളുടെ സൈഡിൽ നിന്ന്, അതായത് ബോഡിയുടെ സൈഡിൽ നിന്ന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് എങ്കിൽ മാത്രമാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പെരിഫറൽ സർക്കുലേറ്ററി സിസ്റ്റം നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം സെല്ലുകളിലേക്ക് ഓക്സിജനെ കൊണ്ടുപോകുന്നതും അവിടുന്ന് വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആകുന്നത് ഈ പെരിഫറൽ ബ്ലഡ് സർക്കുലേഷൻ ആണ്. ക്ലിയർ? അപ്പം ഇതിന്റെ ബേസിസിൽ നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനെയും കണ്ട് പോകാം. ബേസിക്കലി ഇതിൽ ഭാഗമായിട്ടുള്ളത് ആർട്ടറീസും വെയിൻസും കാപ്പിലറീസ് എല്ലാമാണ്. ഇതിൽ ആർട്ടറീസ് എന്ന് പറയുന്നത് തിക്ക് വോൾഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ഫൈബേഴ്സും സ്മൂത്ത് മസിൽസും കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ വെസൽസ് ആണ്. ബേസിക്കലി കാപ്പിലറീസ് വെൻ കമ്പയർ ടു ആർട്ടറീസ് ആൻഡ് വെയിൻസ് കുറെ കൂടി എന്നുള്ളതല്ല, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചർ തന്നെ സിംഗിൾ സെൽ തിക്നെസ്സിൽ മാത്രമുള്ള ലെയറോട് കൂടിയിട്ടുള്ള ഔട്ടർ ലെയറോട് കൂടിയിട്ടുള്ള ഒരു വെസലാണ് കാപ്പിലറി. സോ ഈ ഒരു കണ്ടീഷനാണ് ഇതിനെ കുറച്ചും കൂടിയൊക്കെ മേജർ സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കാനായിട്ട് മെമ്മറിന്റെ തിക്നെസ് വളരെ കുറവായിട്ട് കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് സിമ്പിൾ ഡിഫ്യൂഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നടക്കുക. മെമ്മറിൻ തിക്നെസ് വളരെ കുറവായിരിക്കണം. അപ്പോൾ കാപ്പിലറീസിലാണ് ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ആ ഒരു ഏരിയ അല്ലെങ്കിൽ കാപ്പിലറീസ് ആണ് മേജർ സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? വെൻ കമ്പയർ ടു അതർ ടു വെസൽസ്, വെയിൻസിലേക്ക് വരുമ്പോൾ ഇവിടെയും സ്മൂത്ത് മസിൽസും ഫൈബേഴ്സും കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ആണോ ഉള്ളത്. അപ്പം ഈ രണ്ട് കണ്ടീഷൻസിൽ ആർട്ടറീസിലും വെയിൻസിലും ഈ പറയുന്ന പോലെ മസിൽസ് വെച്ചിട്ട് അവരുടേതായിട്ടുള്ള സിസ്റ്റം വെൽ ഡെവലപ്ഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് ആ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ വെയിൻസിലേക്ക് തന്നെ ചെറിയ രീതിയിലുള്ള ബ്ലഡ് സപ്ലൈ നെറ്റ്വർക്ക് ഉണ്ട്. അവർക്കും ബ്ലഡ് സപ്ലൈയുടെ ആവശ്യമുണ്ടല്ലോ. ആ നെറ്റ്വർക്കിനെ നമ്മൾ വാസോറം എന്ന് പറയും. അതായത് വെസൽസ് വിത്തിൻ ദ വെസൽസ് എന്ന് പറയുന്ന കണ്ടീഷനാണ് വാസോറം. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് എന്താണ് മെയിൻ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ടൈപ്സ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടറീസും വെയിൻസും കാപ്പിലറീസുമാണ്. ആർട്ടറീസ് ബേസിക്കലി എന്താ ചെയ്യുന്നത്? ആർട്ടറീസ് ക്യാരി ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് ആർട്ടറീസ് ആണ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ബോഡിയിലേക്ക് പാസ് ചെയ്യുന്നത്. ദെൻ അവിടെ നിന്ന് റിട്ടേൺ അടിക്കുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്നത് വെയിൻസ് ആണ്. റിട്ടേൺ ബ്ലഡ് ടു ഹാർട്ടിനെ വെയിൻസ് ത്രൂ ആണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് റീച്ച് ചെയ്യുന്നത്. ദെൻ കാപ്പിലറീസ് എന്ന് പറയുന്നതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ആൻഡ് ടിഷ്യൂസിന് ബിറ്റ്വീനുള്ള എക്സ്ചേഞ്ച് സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈച്ച് വെസൽ ടൈപ്പ് ഹാസ് എ സ്പെസിഫിക് സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ ഫോർ ഇറ്റ്സ് ഫംഗ്ഷൻ ടുഗദർ ഫോം എ കംപ്ലീറ്റ് സർക്കുലേറ്ററി സിസ്റ്റം. ദെൻ ആർട്ടേരിയൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഈ ടോപ്പിക്കിൽ നമ്മൾ ബേസിക്കലി ധമനികൾ എന്ന് പറയുന്ന ആർട്ടറീസ് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ധമനികൾ എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകുന്ന ഫംഗ്ഷനാണ് ആർട്ടറീസിന് മെയിൻ ആയിട്ടുള്ളത്. ഇതിന് ഇൻക്ലൂഡ് ചെയ്യുന്നത് 3 ഡിസ്റ്റിങ് സെൽ വാൾ ലെയേഴ്സ് ആണ്. അപ്പൊ 3 ഭിത്തികൾ അല്ലെങ്കിൽ 3 പാളികൾ, 3 ലെയേഴ്സ് ആയിട്ടാണ് ഈ ഒരു ആർട്ടറിയുടെ സ്ട്രക്ചർ, ധമനികളുടെ സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത്, വാൾസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എൻഡോത്തീലിയം, അത് അകത്തെ പാളിയാണ്. രക്തം ഒഴുകുന്ന ഭാഗത്ത്, ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഭാഗത്തെ ലെയറിനെയാണ് എൻഡോത്തീലിയം എന്ന് നമ്മൾ പറയാം. ദെൻ മിഡിൽ ടൂണിക്ക മീഡിയ,
ട്യൂണിക്ക മീഡിയം എന്ന് പറയുന്നത് സെൻട്രലുള്ള പാർട്ടാണ്. ഇലാസ്റ്റിക് മസിലുകൾ നിറഞ്ഞ ഒരു ലെയർ ആണത്. അവിടെ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് പ്രഷറിനെ എന്താ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഏറ്റവും പുറത്തുള്ളത് ട്യൂണിക്ക അഡ്വന്റീരിയ. ഇത് ബേസിക്കലി പ്രൊട്ടക്ഷൻ, എപ്പോഴും എല്ലാത്തിന്റെയും ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ ചെറുതായിട്ടുള്ള ആർട്ടറീസ്, അതായത് രക്തക്കുഴലുകളുടെ ചെറിയ ശാഖകള് ബേസിക്കലി വാസോ ഡൈലേഷൻ വഴി രക്തസഞ്ചാരത്തെ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനെ നിയന്ത്രിക്കാറുണ്ട്. ഇതിന്റെ ഫംഗ്ഷന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആവുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി ഹാർട്ടിൽ നിന്നുള്ള ഓക്സിജൻ നിറഞ്ഞ ബ്ലഡിനെ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ശരീരത്തിന്റെ സെല്ലുകളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ജോലി. അപ്പം ഇതിൽ തന്നെ എന്താ പറയാ, കുറച്ചും കൂടിയൊക്കെ വോളിയം കൂടിയിട്ടുള്ള ആർട്ടറീസ് എന്ന് പറയുന്നത് ബേസിക്കലി ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നതാണ്. അപ്പം ബ്ലഡ് സർക്കുലേഷന്റെ ബേസിക് ആയിട്ടുള്ള റെഗുലേഷനും ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റിനെ ഫുൾഫിൽ ചെയ്യുക, അതായത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഓക്സിജൻ റിക്വയർമെന്റുകൾ ഉള്ള ഇടത്തെല്ലാം കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടി ബേസിക്കലി പെർഫോം ബൈ ദ ആർട്ടറീസ് എന്ന് നമുക്ക് പറയാം. അപ്പം ധമനികളുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പാളികൾ അല്ലെങ്കിൽ ഈ ലെയേഴ്സ് തന്നെ ബേസിക് ആയിട്ടുള്ള പമ്പിങ്ങിനെ എന്താ പറയാ റെഗുലേറ്റ് ചെയ്യും, അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് വഴി നല്ല രീതിയിൽ തന്നെയുള്ള ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും സമ്മറൈസ് ചെയ്ത് പറയാനാണെങ്കിൽ ഈ പറയുന്ന ആർട്ടറീസ് എന്ന് പറയുന്നത് ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെസൽ തന്നെയാണ്. ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സെല്ലുകളിലേക്ക് എത്തിക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു. അതിലുണ്ടാകുന്ന സ്ട്രക്ചറൽ വേരിയേഷൻസ് നമ്മളുടെ അതിന്റെ സ്ട്രെങ്ത് വേരിയേഷൻസും വാസോ ഡൈലേഷൻ പോലെയുള്ള കാര്യങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ? ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് വെനമസ് സിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ആർട്ടറീസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് വെയിൻസിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പം അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ഹൃദയത്തിലേക്ക്, അതായത് ഹാർട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ബേസിക് ആയിട്ടുള്ള വെയിൻസിന്റെ വാൾസ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള, എന്നാൽ ഇന്റേണൽ ഡയമീറ്റർ ആർട്ടറീസിനേലും കൂടുതലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇതിന് ഉള്ളത്. ഇതിന്റെ പ്രഷർ റേഞ്ച് എന്ന് പറയുന്നത് 8 to 10 mmHg ആണ് പ്രഷർ വേരിയേഷൻ അല്ലെങ്കിൽ പ്രഷർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി ടോട്ടൽ ബ്ലഡ് വോളിയത്തിന്റെ 50% കണ്ടെയ്ൻ ചെയ്യുന്നത് വെയിൻസ് ആണ്. ഇതിനും എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഏറ്റവും അകത്തെ എൻഡോത്തീലിയം ലെയറിനെ നമ്മൾ ട്യൂണിക്ക ഇന്റിമ എന്ന് പറയും. മിഡിൽ ലെയറിനെ ട്യൂണിക്ക മീഡിയ എന്ന് പറയും. അത് സെൻട്രലുള്ള ലെയർ ആണ്, മസിൽ കൊളാജൻ അടങ്ങിയിട്ടുള്ള ഒരു ലെയർ ആണ് വെയിൻ്റെ. ദെൻ ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ട്യൂണിക്ക അഡ്വന്റീഷ്യ. ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ചെയ്യുന്നത് പോലെ പ്രൊട്ടക്ഷൻ പ്ലസ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ വളരെ രീതിയിലുള്ള സർക്കുലേഷൻ ഇസ് ഓൾസോ പോസിബിൾ വിത്ത് ദിസ് ലെയേഴ്സ്. ഇതിന്റെ ഫംഗ്ഷനിലേക്ക് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിലെ ബോഡി സെല്ലുകളിൽ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹാർട്ടിലേക്ക് എത്തിക്കുക എന്ന ഫംഗ്ഷനാണ് ഇതിനുള്ളത്. അപ്പം ഈ പ്രത്യേകമായിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ, അതായത് ആർട്ടറീസ് കൊണ്ടുപോകുന്നു വെയിൻസ് കൊണ്ടുവരുന്നു എന്ന രീതിയിലാണ് ബേസിക് ആയിട്ടുള്ള ഹാർട്ട് സ്ട്രക്ചർ ഉള്ളത്, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഫങ്ഷനാലിറ്റി ലെവലിലേക്ക് വരുമ്പോൾ ഉള്ള ചേഞ്ചസ് ഉള്ളത്. ഇതെല്ലാം കൂടി മീഡിയേറ്റ് ചെയ്തിട്ടാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ബോഡിയിൽ പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലെറ്റ്സ് മൂവ് ടു ദ കാപ്പിലറി നെറ്റ്വർക്ക്. മൂന്നാമത്തെ വെസലായിട്ടുള്ള കാപ്പിലറി നെറ്റ്വർക്ക് ആൻഡ് എക്സ്ചേഞ്ചിനെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ കാപ്പിലറീസ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുതും വളരെ മൈന്യൂട്ടുമായിട്ടുള്ള ബ്രാഞ്ചസിനെയാണ്, ബ്ലഡ് വെസലുകളുടെ ബ്രാഞ്ചസിനെയാണ് കാപ്പിലറീസ് എന്ന് പറയാം. ഇതിൽ ഒരു പാളി മാത്രം, ഒരു ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒരു തിൻ ലെയർ എൻഡോത്തീലിയം സെല്ലുകൾ മാത്രം വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇതിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ എളുപ്പത്തിൽ നടക്കുന്നുണ്ട്. കാപ്പിലറീസിന് കുറെ അധികം ബ്രാഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ഏരിയ കവർ ചെയ്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയാണ്, സറൗണ്ടഡ് ബൈ എ ബേസൽ മെമ്മറിൻ, വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നെറ്റ്വർക്ക് രീതിയാണ് കാപ്പിലറീസിന് ഉള്ളത്. ഓരോ കാപ്പിലറി ബെഡിലും ഒരു പ്രീ കാപ്പിലറി സ്പിക്റ്റർ ഉണ്ട്. അത് രക്തത്തിലെ ഒഴുക്കുകളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്.
ഇതിന്റെ ഫങ്ഷനാലിറ്റീസിലേക്ക് വരുമ്പം ബേസിക്കലി കാപ്പിലറികളിൽ ബ്ലഡും സെല്ലും തമ്മിലുള്ള വാട്ടർ ആയിക്കോട്ടെ, ന്യൂട്രിയൻസ് ആയിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങളുടെ ഡിഫ്യൂഷൻ സംഭവിക്കാറുണ്ട്. ഇപ്പൊ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ മറ്റ് മാലിന്യങ്ങളൊക്കെ ബേസിക്കലി ഈ പറയുന്ന കാപ്പിലറീസ് ത്രൂ ആണ് നടക്കുക. ഈ കാപ്പിലറികളുടെ പാളികളിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് നേച്ചറിലുള്ള കാര്യങ്ങൾക്ക് കടന്നു പോകാനായിട്ട് എളുപ്പമുണ്ടാകും. പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് ഇൻ കാപ്പിലറീസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കാപ്പിലറീസിൽ എന്തുണ്ട്, ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉള്ളത് കൊണ്ട് ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് വളരെ ഈസി ആയിട്ട് നടക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ കാപ്പിലറികളിൽ ഫ്ലൂയിഡ് എങ്ങനെ കൈമാറുന്നു എന്നതാണ് കാപ്പിലറി ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട പവേഴ്സ് പ്രവർത്തിക്കുന്നതിൽ ഒന്നെന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും രണ്ടാമത്തത് ഓസ്മോട്ടിക് പ്രഷറുമാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് രക്തത്തിലെ അല്ലെങ്കിൽ ബ്ലഡിലെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രഷർ വേരിയേഷൻ ആണ്. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ പുഷ് ദ ഫ്ലൂയിഡ് ഔട്ട്. ഇത് കാപ്പിലറീസിലെ ഫ്ലൂയിഡ്സിനെ പുറത്തേക്ക് പുഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാപ്പിലറി എന്ന പാർട്ടിന്റെ ആന്റീരിയറിന്റെ അവസാനത്തിലാണ് എങ്കിൽ. ഓക്കെ, കാപ്പിലറീസിന്റെ വെന്യൂൾസിൽ ബേസിക്കലി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് ഓസ്മോട്ടിക് പ്രഷർ റീറ്റെയിൻ ചെയ്യുകയും അതുവഴി ഈ പറയുന്ന കാപ്പിലറീസിലേക്ക് ഫ്ലൂയിഡ് തിരിച്ചെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഫ്ലൂയിഡ് കാപ്പിലറി വഴി അവയിൽ ചുറ്റിപ്പറ്റുന്ന കോശങ്ങളിലേക്ക് പോകുന്നു, ഫിൽട്രേഷൻ നടക്കുന്നു. പിന്നീട് ചില ഫ്ലൂയിഡ്സ് തിരിച്ച് ബ്ലഡിൽ പ്രവേശിക്കുന്നു, റീഅബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കുന്നു. ഇതുപോലെ പ്രോട്ടീൻസ് ഉള്ള ബ്ലഡ് ന്യൂറോകോളോ കാപ്പിലറീസ് വഴി ഈ പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇത് ശരീരത്തിന്റെ കോശങ്ങളുടെ പോഷകങ്ങൾക്കും അല്ലെങ്കിൽ പോഷണത്തിനും ബേസിക് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഏരിയാസിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാപ്പിലറിയിലെ ബ്ലഡ് പ്രഷറിന്റെ വ്യത്യാസത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാരണമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ്സ് പുറത്തേക്ക് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ പുഷ് ഔട്ട് ആവുകയാണ് ചെയ്യുക. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ കാപ്പിലറിയിലേക്ക്, അതായത് കാപ്പിലറിയുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന ഫ്ലൂയിഡ്സ് കടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. രണ്ട് പ്രഷേഴ്സ് അല്ലെങ്കിൽ രണ്ട് കൈൻഡ് ഓഫ് എനർജീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരേ ടൈമിൽ. ഇനി നമ്മൾക്ക് ബ്ലഡ് പ്രഷർ ഫണ്ടമെന്റൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു രക്തസമ്മർദ്ദം എന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ പറയും. നോർമൽ അഡൾട്ട് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg ആണ് പ്രഷർ വേരിയേഷൻ. അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. മേ ബി വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ്, ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ആണ്. നമുക്കിപ്പോ എല്ലാവർക്കും ഓൾമോസ്റ്റ് അതിനെപ്പറ്റി വലിയ ധാരണകളുണ്ട്. അപ്പൊ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന രക്തം ഈ പറയുന്ന ആർട്ടറീസിൽ കൂടെയെല്ലാം ചലിക്കുന്നതിന്റെ ഇടയിൽ രക്തക്കുഴലുകളുടെ ചുമലുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയാം. ബ്ലഡ് പ്രഷറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. ഓക്കെ, സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പം ഹൃദയം സമ്മർദ്ദത്തോടെ രക്തത്തെ പുറത്തേക്ക് ഒഴുക്കുമ്പോൾ ധമനികളിലുള്ള അല്ലെങ്കിൽ ആർട്ടറീസിലുള്ള പ്രഷറാണ്. വളരെ പ്രഷറോടുകൂടി നമ്മളുടെ ഹാർട്ട് ഈ ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന സമയത്ത് ആ ആർട്ടറീസിലേക്ക് ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് റെസ്റ്റിലായിരിക്കുന്ന കണ്ടീഷനിൽ ആർട്ടറീസിലേക്ക് കൊടുക്കുന്ന ബ്ലഡിന്റെ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയാം. അപ്പൊ സാധാരണ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ റേഞ്ച് എന്ന് പറയുന്നത് 120/80 mmHg ആണ്. അത് വളരെ നോർമൽ അഡൾട്ട് പ്രഷറാണ്. അപ്പൊ ഉയർന്ന ബ്ലഡ് പ്രഷറിന് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അത് ഹൃദ്രോഗം, വൃക്കരോഗം, ഞരമ്പ് രോഗങ്ങൾ പോലെയുള്ള ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് ഭക്ഷണം, വ്യായാമം തുടങ്ങിയ ആരോഗ്യ പരിപാലനങ്ങൾ മൂലം നമുക്ക് വളരെ എഫക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ക്ലിയർ? ഇനി ബ്ലഡ് പ്രഷർ റെഗുലേഷന്റെ കേസിലേക്ക് വരികയാണ് എങ്കിൽ രക്തസമ്മർദ്ദം ശരീരത്തിൽ നിലനിർത്താനായിട്ട് ന്യൂറൽ, ഹോർമോണൽ ആൻഡ് ലോക്കൽ ആയിട്ടുള്ള റെഗുലേഷൻസ് നടക്കാറുണ്ട്. ന്യൂറൽ റെഗുലേഷന്റെ ഭാഗമായിട്ട് ഹാർട്ടും
ഹാർട്ടിന്റെ വെസൽസും കാർഡിയോസ്കുലാർ സെൻട്രൽ അല്ലെങ്കിൽ മെഡുല്ല പോൺസ് സെന്ററുകൾ വഴി ബാരോപ്റ്റിസ്മാരും അല്ലെങ്കിൽ ബാരോ റിസപ്റ്റേഴ്സും അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന വേറൊരു ആളെന്ന് പറയുന്നത് കൈമോ റിസപ്റ്റേഴ്സ് ബ്ലഡ് പ്രഷറിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നുണ്ട്. ബാരോ റിസപ്റ്റേഴ്സ് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറീസിന്റെ വാൾസിൽ ബേസിക്കലി സിറ്റുവേറ്റഡ് ആണ്. ഇത് ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്ത് ഈ ഒരു ബാരോ റിസപ്റ്റേഴ്സ് സിഗ്നൽ അയച്ച് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ വളരെ ആക്റ്റീവായിട്ട് വെക്കുകയും ഇതുവഴി ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഹോർമോണൽ നിയന്ത്രണങ്ങളുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ബേസിക്കലി എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ റാസ് സിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഒരു മെക്കാനിസമാണ്. ഈ ആൻജിയോടെൻസിൻസ് 2 ബേസിക്കലി രൂപപ്പെടുത്തിയിരിക്കുന്നത് രക്തക്കുഴലുകൾ ചുരുങ്ങുകയും സോഡിയം വെള്ളം അതായത് സോഡിയം വാട്ടർ ബാലൻസ് അല്ലെങ്കിൽ അതിന്റെ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാണ് ബേസിക്കലി ചെയ്യാം. ഇനി ഓട്ടോ റെഗുലേഷന്റെ ഭാഗമായിട്ട് ഇത് ബ്ലഡ് പ്രഷർ റെഗുലേഷൻ ബോഡി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷറിൽ മാറ്റം വന്നാലും ജനറൽ ആയിട്ട് നമ്മളുടെ ബോഡിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ബ്ലഡ് വോളിയമില്ലേ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഓട്ടോ റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പം പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഹൃദയമിടിപ്പ് കൂട്ടിക്കൊണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, അതായത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയാണ്. സിമ്പത്തറ്റിക് സിസ്റ്റം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റും നമ്മളുടെ വെസൽസിനെ കുറച്ച് എന്താ പറയാ ചുരുക്കിയിട്ട് അത് വർദ്ധിച്ച രക്തസമ്മർദ്ദം ഉയർത്തുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുക. ഇത് രണ്ടുമാണ് ബേസിക്കലി ബ്ലഡ് പ്രഷറിന്റെ റെഗുലേഷൻ മെക്കാനിസം ആയിട്ട് നടന്നു പോകുന്നത്. ഇൻട്രിൻസിക് മെക്കാനിസംസ് ഉണ്ട്, അത് ലോങ് ടേം ആണ്. ആൻഡ് നെർവസ് മെക്കാനിസംസ് ഉണ്ട്, അത് ഷോർട്ട് ടേം ആയിട്ടാണ് വരുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. Hope it is clear to you. So let's move on to the next topic. Cardiovascular response to exercise. എക്സസൈസിനോട് ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബ്ലഡ് ഫ്ലോന്റെ കേസസിൽ ബ്ലഡ് ഫ്ലോ ചേഞ്ചസ് വരുന്നുണ്ട്. അപ് ടു 20 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സ്കെലറ്റൽ മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ ഫ്ലോ ടു ഡൈജസ്റ്റീവ് ഓർഗൻസിലേക്കുള്ള ഫ്ലോ കുറയ്ക്കുന്നുണ്ട്. കാർഡിയാക് ഔട്ട്പുട്ട് നമ്മൾ ഫസ്റ്റ് സെഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, എന്താണ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം. സോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 10 ടൈംസ് ഫാസ്റ്റർ ആയിട്ട്. അഡാപ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വരുമ്പോൾ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, എൻഹാൻസ്ഡ് സ്ട്രോക്ക് വോളിയം, ഡിക്രീസ്ഡ് പെരിഫറൽ റെസിസ്റ്റൻസ് ആൻഡ് ഇംപ്രൂവ് വെനമസ് റിട്ടേൺസ്. ഇത്രയാണ് വാസ്കുലർ റെസ്പോൺസസ് ടു എക്സസൈസസ്. ഇനി വാസ്കുലർ റെസ്പോൺസസ് ടു സ്ട്രെസ് കണ്ടീഷൻസിൽ ഇപ്പം ഡൈവിംഗ് റെസ്പോൺസ് ആയിട്ട് ഉണ്ടാവുന്നത് മാർക്ക് ബ്രാഡികാർഡിയ ആൻഡ് പെരിഫറൽ വാസോ കൺസ്ട്രക്ഷൻ, മെയിൻറ്റെയിൻഡ് ഫ്ലോ ഓഫ് വൈറ്റൽ ഓർഗൻസ്. എപ്പോഴും ഏതെങ്കിലും ഒരു രീതിയിലുള്ള സ്ട്രെസ്സസ്, അതായത് ഡൈവിംഗ് റെസ്പോൺസസ് ഒക്കെ ആയിട്ട് ബാധിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഓക്സിജന്റെ അളവ് കൂട്ടി വെക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ചാൽ വൈറ്റൽ ഓർഗൻസിലേക്ക് ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻസിലേക്ക് ആദ്യം എന്ന രീതിയിൽ പ്രിഫറബിൾ ആയിട്ട് തന്നെ ഓക്സിജന്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതെല്ലാം ഒരു ഡൈവിംഗ് റെസ്പോൺസസ് ആയിട്ടാണ് വരും. ഇനി ഹെമറേജ് റെസ്പോൺസസ് ആയിട്ട് വരുമ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നുണ്ട്, ADH ആന്റി ഡയററ്റിക് ഹോർമോൺ ആൻഡ് ആൽഡോസ്റ്റിറോണിന്റെ റിലീസസ് കൂട്ടുന്നുണ്ട്, സ്റ്റിമുലേഷൻ ഓഫ് RBC പ്രൊഡക്ഷൻ, റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനെ കൂടുതൽ സ്റ്റിമുലേറ്റും ചെയ്യുന്നുണ്ട്. ഇതാണ് കാർഡിയോവാസ്കുലർ റെസ്പോൺസസ് ടു സ്ട്രെസ്. ഇനി നമുക്ക് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് സെഷൻ നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻസിനെ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ബേസിക്കലി എന്താണ് മോഡൽ ക്വസ്റ്റ്യൻസ് തരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫെമിലിയർ ആകണം, പ്ലസ് ഈ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടണം. ഇതാണ് നമ്മളുടെ മെയിൻ എയിം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റംസ് ഫൗണ്ട് ഇൻ ആനിമൽസ്
comparing and contrasting them with respect to structure, function and evolutionary significances. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെജോറിറ്റി ഓഫ് ദ ഏരിയ ഓഫ് ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു പ്രോപ്പർ സ്ട്രക്ചർ കിട്ടും ആ കാര്യത്തിൽ. ഫൈൻ. അപ്പൊ നമ്മളിവിടെ പെരിഫറൽ സർക്കുലേറ്ററി സിസ്റ്റത്തെ പറ്റിയും നമ്മുടെ ഡബിൾ സർക്കുലേഷൻ മെത്തേഡിനെ പറ്റിയും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകേണ്ടത് അത്യാവശ്യമാണ്. സോ അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഡിസ്ക്രൈബ് ദ കോമ്പോസിഷൻ ഫംഗ്ഷൻ ഓഫ് ബ്ലഡ് ഇൻക്ലൂഡിംഗ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് പ്ലാസ്മ. നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞ് എടുത്ത് പറയുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ബ്ലഡ്. കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ബ്ലഡ്. അപ്പം ബ്ലഡിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്, എത്ര പെർസെന്റേജ് ആണ് വാട്ടർ, പ്ലാസ്മ, എത്ര പെർസെന്റേജ് ആണ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് എന്താണ്, പ്ലേറ്റ്ലെറ്റ്സിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് എങ്ങനെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ദെൻ ഡിസ്കസ് ദ റോൾ ഓഫ് ഹാർട്ട് ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് പ്രഷർ, സർക്കുലേഷൻ ആൻഡ് സർക്കുലേറ്റിംഗ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി. ഇറ്റ് ഈസ് ഓൾസോ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഹാർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനാലിറ്റി ലെവൽ വെച്ചിട്ടാണ്. പിന്നെ എക്സാംസിന് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആൻസറിന് ഒരു പെർഫെക്റ്റ് സ്ട്രക്ചർ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ടോപ്പിക്കുകളുമായിട്ട് ബന്ധം കീപ്പ് ചെയ്യണം. അതിന് പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ കൂടാതെ സയന്റിഫിക് റെഫറൻസുകൾ വരുന്നതാണെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വരും ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ പോസിബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തേക്ക് പോസിബിൾ ആയിട്ടുള്ള സയന്റിഫിക് റീഡിങ്സിന്റെ സജഷൻസ് കൂടി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടും. ആൻഡ് അങ്ങനെ നിങ്ങൾ വായിച്ചു പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി കുറച്ച് കൂടുതലായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ക്ലാരിറ്റി കിട്ടുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് അത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ആൻസറിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എപ്പോഴും ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഏത് ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ഏത് പാർട്ടിനെ പറ്റിയാണോ ചോദിച്ചിരിക്കുന്നത് അതിനെ കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെ കണക്ട് ചെയ്ത ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോ, ആ ഒരു ഫ്ലോയിൽ തന്നെയുള്ള ഒരു കൺക്ലൂഷൻ കൂടി ആഡ് ചെയ്ത് വേണം നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാനും. അത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കുക എന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുക. So with that, I'm concluding this class. Thank you. Hope you understood it well and best of luck.